ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറൊന്നുമല്ല, നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മോനെയും കൊണ്ടൊക്കെ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ ആകെപ്പാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരുവനന്തപുരം വെറുതെ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളങ്ങനെ എൻ്റെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മളൊന്ന് പോയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഭീമാപള്ളിയിലേക്കാണ് കേട്ടോ, ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഭീമാപള്ളിയിൽ വന്നു, നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി. 6 മണിക്ക് പോകുന്നെങ്കിലും നമുക്ക് നല്ലോണം ലോങ് ഡ്രൈവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരം വൈകിട്ടാണ് എത്തിയത്. 12 മണി 12:30 നമ്മൾ ഉച്ചയ്ക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വന്നത് സൂവിലേക്കാണ് കേട്ടോ. സൂവിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ആ ഒരു ഏരിയയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ഗാർഡനൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ല നല്ല ഏരിയകൾ കുറച്ചുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ചിഹ്നത്തിൽ ചെടികളിങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഇതൊക്കെ കാണാൻ നടക്കൽ ഇത്തിരി റിസ്ക്കാണ്. കുട്ടികളൊന്നും ഇല്ല, സുഖമായിട്ട് നമുക്ക് വലിയ ആൾക്കാർ മാത്രമാണെങ്കിൽ നമുക്കിതൊക്കെ കണ്ട് നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ കാണാനൊന്നും പോകാനായിട്ട് മെനക്കെട്ടില്ല. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, സ്മാരകം, തിരുനാളിൻ്റെ സ്മാരകം, അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ പുറത്തുനിന്ന് കണ്ടു. പിന്നെ ഇത് അവിടെ ഒരു പാലപ്പൂ പൂത്തിക്കണ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾക്കവിടെ ഇതേപോലെ കുറച്ച് വേറെയും സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. പിന്നെ നമുക്ക് സൂവിലേക്കുള്ള ടിക്കറ്റും മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റും ഒക്കെ സെപ്പറേറ്റ് ആണ്. അതിലേതൊക്കെയോ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ കവർ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഒന്നും കയറാൻ നിന്നില്ല, നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൂവിലേക്ക് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എൻ്റെ ആങ്ങളെയും നാത്തൂനും കൂടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് അങ്ങനെ നടക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ അവർ ടിക്കറ്റ് എടുത്തൊന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് കുറച്ചങ്ങോട്ട് അധികം നടക്കാനുണ്ട്. പിന്നെ ഇതാ നമ്മളിങ്ങനെ വിഷു ഒക്കെ ആയിട്ട് വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ മരം നന്നായിട്ട് പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്, കണിക്കൊന്നയുടെ മരം. അപ്പോൾ ഇതാ നമ്മൾ സൂവിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ സംഭവങ്ങളൊന്നും, പ്ലാസ്റ്റിക് കവർ ഈ വക സംഭവങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ബാഗിങ്ങൊക്കെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ സൂവിലേക്ക് പോകുന്നത്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇവിടെ പോകാനായിട്ട്. കാരണം ഇവിടെ പോയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ കുറേ നടക്കാനുണ്ട്. പിന്നെ അതുതന്നെ നമ്മൾ നടന്നാലും നമുക്ക് അധികം അങ്ങനെ സൂവിൽ നമുക്ക് കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 2 കൊല്ലം മുന്നേ ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ട്രെയിന് വെറുതെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സിംഹവാലം കുരങ്ങിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ കാണുന്നത്. അപ്പോൾ തിരുവനന്തപുരം സൂവിൽ പോയ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തു. കാരണം എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അവിടെ അധികം വന്യമൃഗങ്ങൾ അങ്ങനെ ഉള്ളതായിട്ട് തോന്നിയില്ല. നമ്മൾ തൃശ്ശൂർ ഒരു സൂ ഉണ്ട്, അവിടെ ഈ പറഞ്ഞ പോലെയല്ല. അവിടെ നമുക്ക് അത്യാവശ്യം ഒരുവിധം നമുക്ക് മൃഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലയെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. പിന്നെ ഇവിടെ ഓരോ മരങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ ഓരോ പേരുകൾ, വെറൈറ്റി പേരുകളൊക്കെയാണ് കേട്ടോ. നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള കുറേ മരങ്ങളുടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന മൃഗങ്ങളുടെയൊക്കെ ഒരു പേരും അവരെ ശാസ്ത്രീയ നാമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. പലതിലും നമുക്ക് മൃഗങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും മൃഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റായിട്ട് തോന്നിയിട്ടുള്ളത് സിംഹത്തിനെയും കടുവേനെയൊക്കെ കണ്ടപ്പോഴാണ്. പിന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല, കാരണം അവിടെ സംഭവങ്ങളൊന്നും ഇല്ല.
അപ്പോൾ നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഇവിടെ നടക്കാനുണ്ട്. കൈ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഞങ്ങളൊക്കെ പോയി വന്ന് പിറ്റേ ദിവസം കൈയും കാലുമൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞാൻ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അടുപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇങ്ങനെ കുറച്ച് കുരങ്ങന്മാരെയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് കരടീനെ കണ്ടു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ഉണ്ട്. പിന്നെ നീർക്കുതിര, പിന്നെന്താ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ എല്ലാതും ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പോയ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള അത്യാവശ്യം കാണേണ്ട സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയത് കുറച്ച് എന്താ പറയുക, പാമ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാമ്പുകളുടെ അനക്കോണ്ട അതിനൊന്നും ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയുള്ളൂ. പാമ്പുകളുടെ കുറച്ച് അനക്കോണ്ട, മലമ്പാമ്പ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തൃശ്ശൂരുള്ള നമ്മുടെ സൂയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് മൂങ്ങകൾ, തത്തകൾ, മൈനകൾ, നമ്മുടെ മയിലുകളെയൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ കുരങ്ങന്മാർ, സിംഹം, കടുവ, പുലിയൊക്കെ പല ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് എനിക്കതൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ട ഓരോ ഐറ്റംസിനെ ഇങ്ങനെ തിരിച്ചായിട്ട് വീഡിയോയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂരുള്ള സൂയിൽ പിന്നെ മെയിനായിട്ടുള്ള പാമ്പുകളുടെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പുകൾ, അതേപോലെ പല വെറൈറ്റി പാമ്പുകളെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് അനക്കോണ്ടേനെ മാത്രമാണ് നമ്മൾ കാണാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് അത് മാത്രമാണ്. പിന്നെയുള്ള പാമ്പുകളുടെ ഇതിലൊന്നും അവിടെ പാമ്പുകളൊന്നും കണ്ടതായിട്ട് തോന്നണില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ മരങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാണാൻ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ കാണാനായിട്ടുള്ള കുറച്ച് ചെടികളും ഗാർഡനിങ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വലിയതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല.
പിന്നെ നമ്മൾ ലാസ്റ്റിൽ പുലീനെ കണ്ടു. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സൂയിൽ നിന്ന് പോകാമെന്ന് അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ നല്ലൊരു മഴക്കാറും മഴയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുലി ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിക്കിടക്കുകയാണ്. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് കുഞ്ഞി പുലിക്കുട്ടികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാമ്പിൻ്റെ ആ ഒരു ഏരിയയിലും കൂടി കയറിയതിന് ശേഷം, അപ്പോൾ ഇതാണ് പാമ്പിൻ്റെ അങ്ങോട്ട് കയറുന്നത്. അവിടെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് നമ്മളത് എടുത്തില്ല. അതിനുശേഷം നമ്മൾ പോയത് ലുലു മാളിലേക്കാണ്. തിരുവനന്തപുരത്തെ ലുലു മാളിൽ കയറി അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ സൂയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു, അടിപൊളി മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ മഴയൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് രാത്രിയായപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.